നമസ്കാരം, ഹലോ. നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മളുടെ ചാനലിൽ വീഡിയോസ് ഇടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാദ്യമേ തന്നെ ഒരു സോറി പറയുന്നു. കാരണം കുറച്ച് യാത്രകളുണ്ടായിരുന്നു, പിന്നെ താന്ത്രികയുടെ കുറച്ച് എക്സ്പാൻഷൻ പ്രോസസ്സ് വന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ പോകേണ്ടത് കൊണ്ടും അതിൽ കുറച്ച് റിസർച്ച് വർക്ക് ആവശ്യം വന്നതും എല്ലാം കൊണ്ടുമാണ് നമുക്ക് വീഡിയോസിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നു. അപ്പോൾ ഇനി അതില്ലാണ്ട് മാക്സിമം കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 1-2 ഹാപ്പി ന്യൂസുകൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം. അതൊരു കാര്യം. അപ്പോൾ ഇതിൽ ഒരു ഹാപ്പി ന്യൂസിലേക്ക് നമ്മൾ എങ്ങനെ എത്തി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഹാപ്പി ന്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു പുതിയ ബ്രാൻഡും കൂടി നമ്മൾ തുടങ്ങി. താന്ത്രിക എന്ന മെയിൻ ബ്രാൻഡ്, അതിൻ്റെ ഒരു സബ് ബ്രാൻഡ് പോലെ നമ്മൾ വേറൊരു ബ്രാൻഡും കൂടി നമ്മൾ തുടങ്ങി. അപ്പോൾ റിവാൻസ എന്നാണ് നമ്മളുടെ പുതിയ ബ്രാൻഡിൻ്റെ പേര്. അപ്പോൾ താന്ത്രിക ഈസ് ഓൺ ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്, അതായത് നമ്മൾ കൈകൊണ്ട് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ നെയ്തെടുക്കുന്ന പ്രോഡക്റ്റുകളും അല്ലെങ്കിൽ അങ്ങനത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകളും ആസ് ഇറ്റ് ഈസ്, അതിന് യാതൊരു മാറ്റവും ഇല്ല. താന്ത്രികയുടെ വിഷൻ അതുപോലെ വീവേഴ്സ് ടു വെയറേഴ്സ് എന്നുള്ളതിന് 100% നീതി പുലർത്തിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു. അതുകൂടാതെ നമ്മൾ റിവാൻസ എന്ന പുതിയ ബ്രാൻഡുമായിട്ട് നമ്മൾ എത്തുകയാണ്. അപ്പോൾ ഈ റിവാൻസ എന്ന് പറയുമ്പോൾ പവർ ലൂമിന് വേണ്ടിയിട്ടാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാനത് വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് ആക്ച്വൽ സബ്ജക്റ്റ്. വീഡിയോ ചിലപ്പോൾ ഒന്ന് ഇത്തിരി ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. സോ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷെ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് എന്തുകൊണ്ട് റിവാൻസ എന്നുള്ളൊരു പുതിയ ബ്രാൻഡിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ളതും കൂടിയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ വേറെ 1-2 കാര്യങ്ങളും കൂടി പറയാം, അത് വീഡിയോൻ്റെ എൻഡിൽ പറയാം. അപ്പോൾ നമുക്കിപ്പോൾ ഈ പറഞ്ഞ വൈ റിവാൻസ എന്നുള്ള പുതിയ ബ്രാൻഡ്, താന്ത്രിക ഇപ്പോൾ ഓൾമോസ്റ്റ് 16 സ്റ്റേറ്റ്സിൻ്റെ പ്രോഡക്റ്റുകളായിട്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ യാത്രയിൽ നമ്മൾ പല സ്ഥലത്തും പല പ്രോഡക്റ്റുകളും തപ്പിപ്പോകുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പല സംസ്ഥാനത്തിനും അവരുടേതായിട്ടുള്ള നെയ്ത്തുകളും അല്ലെങ്കിൽ അവരുടെ മാത്രമായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹിസ്റ്ററി കാലം മുതൽക്ക് തന്നെയുള്ള പല പ്രോഡക്റ്റുകളും എല്ലാം ഉണ്ട്. അപ്പോൾ അതാണല്ലോ നമ്മൾ താന്ത്രിക ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള പഠനവും അല്ലെങ്കിൽ അത് തപ്പിയിട്ടുള്ള നമ്മളുടെ പല യാത്രകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പല നെയ്ത്ത് ഗ്രാമങ്ങളിലും, ഞാൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പല സംസ്ഥാനങ്ങളിലും ഇതേ പ്രശ്നമുണ്ട്. പല നെയ്ത്ത് ഗ്രാമങ്ങളിലും ഈ നെയ്ത്ത് എന്താ പറയുക, ഒരു തീരെ നിന്നു പോകുന്നതോ അല്ലെങ്കിൽ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു എൻഡേഞ്ചേർഡ് സിറ്റുവേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് എന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായത്, താന്ത്രികയ്ക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ താന്ത്രികയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചില സാരികൾ അല്ലെങ്കിൽ ഫാബ്രിക്സ്, സാരികളെന്ന് ഞാൻ എടുത്ത് പറയാം, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഒരു സാരി നെയ്യണമെങ്കിൽ ചിലപ്പോൾ 3 മാസം 2 മാസം ഒക്കെ എടുക്കുന്ന സാരികളുണ്ട്. എസ്പെഷ്യലി ഇക്കട്ട് വീവ് വരുമ്പോൾ, ഇക്കട്ട് വീവ് എന്ന് പറയുന്നതിനകത്ത് അത് ത്രെഡിൽ അല്ലെങ്കിൽ യാണിലാണ് ഡിസൈൻസ് വരുന്നതും നമ്മൾ കളറ് കൊടുക്കുന്നതും അല്ലെങ്കിൽ ഡൈ ചെയ്യുന്നതും എല്ലാം ത്രെഡിൽ അല്ലെങ്കിൽ യാണിലാണ്. അപ്പോൾ ആ ഡിസൈനിങ് വർക്ക് തന്നെ എത്രത്തോളം ഇൻട്രിക്കേറ്റ് ആണ് ഡിസൈൻ അനുസരിച്ചിട്ട് ടൈം കൺസ്യൂമിങ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് തറയിൽ പാവ് വിരിക്കുന്നതും സാരി നെയ്യുന്നതും. അപ്പോൾ അതുകൊണ്ടാണ് 1 മാസം 2 മാസം 3 മാസം അല്ലെങ്കിൽ 6 മാസം വരെ ഒരു സാരി നെയ്യാൻ എടുക്കുന്ന ചില എന്താ പറയുക ടൈപ്പ് ഓഫ് സാരീസ്, ലൈക്ക് പട്ടോള പോലത്തെ സാരികളൊക്കെ അങ്ങനെ എടുക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഡബിൾ ഇക്കട്ട് വരുമ്പോൾ, അതായത് വാർപ്പിലും വെഫ്റ്റിലും ഡിസൈൻ വരുന്ന സാരികൾ വരുമ്പോഴാണ് ഈ 6 മാസത്തോളമൊക്കെ സാരി എടുക്കുന്നത്. ഈ ഒരു സാരി നെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആ നെയ്ത്തുകാരന് കൂലി കിട്ടുന്നത്. അതും വളരെ തുച്ഛമായ സംഖ്യയായിരിക്കാം കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് അവരുടെ ജീവിതം കഴിച്ചു പോകാൻ ചിലപ്പോൾ അവർക്ക് പറ്റാത്തത് ഒരു കാരണമുണ്ട്. അപ്പോൾ
ഒരു തലമുറ വരെയുള്ളവർ ഒരു വിധത്തിൽ ഈ പാരമ്പര്യം തുടർന്നു പോകുന്നുണ്ട്. പക്ഷെ പുതിയ തലമുറ വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ മക്കളോ അല്ലെങ്കിൽ പേരക്കുട്ടികളോ അല്ലെങ്കിൽ ഗ്രാൻഡ് ചിൽഡ്രനോ വരുമ്പോൾ അവർക്ക് ഈ ഒരു തൊഴിലിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തത് ഈ ഒരു കാരണം കൊണ്ടാണ്. കാരണം ഫാമിലി മുമ്പോട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അവർ വേറെ തൊഴിൽ മേഖലയിലേക്ക് ഇവർ മാറുകയാണ്. എന്താ പറയുക, ഹോട്ടൽ മാനേജ്മെൻറ്റിനോ അല്ലെങ്കിൽ എന്താ പറയുക എഞ്ചിനീയറായിട്ടോ ഡോക്ടറായിട്ടോ പഠിച്ചിട്ട് കുട്ടികൾക്ക്, കാരണം ഇതിലേക്ക് അവർക്ക് തുടർന്ന് നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പല തൊഴിൽ മേഖലകളും, ഏത് തൊഴിൽ മേഖലയാൽ ഇതല്ലാത്ത ഏത് തൊഴിൽ മേഖലയിലേക്കും അവർ മാറാൻ തയ്യാറാവുന്ന ഒരു കാലഘട്ടം. അങ്ങനെ വന്നപ്പോഴാണ് ഇത് ഇങ്ങനെയൊരു നിന്നു പോകുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ എന്തുകൊണ്ട് വേറൊരു രീതിയിൽ ചെയ്താൽ അവർക്ക് കൂടുതൽ കാശ് കിട്ടുമെന്ന് അവർ ചിന്തിക്കുന്ന സ്ഥലത്താണ് ഈ പറഞ്ഞ പവർ ലൂമിൻ്റെ ഒരു ഇത് വരുന്നത്. കാരണം പവർ ലൂം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പണികളെല്ലാം മാനുവലി ചെയ്യണം, പക്ഷെ സ്റ്റിൽ വീവിങ് മോട്ടറൈസ്ഡ് ആയിരിക്കും. അപ്പോൾ കുറച്ചും കൂടി നെയ്ത്ത് എളുപ്പമുണ്ട് അവർക്ക്. എസ്പെഷ്യലി ജക്കാർഡ് വീവുകളൊക്കെ വരുമ്പോൾ കുറച്ചും കൂടിയും പവർ ലൂമിൽ എളുപ്പമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് പല എന്താ പറയുക നെയ്ത്ത് ഗ്രാമങ്ങളെക്കുറിച്ചും അറിവില്ല. നമുക്കിപ്പോൾ നമ്മളും സാധാരണ ഒരു എല്ലാ ലോകത്തുള്ള എല്ലാ നെയ്ത്തും അറിഞ്ഞോളണം എന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അധികം ആൾക്കാർക്ക് അറിയാത്ത നെയ്ത്തുകൾ നമുക്ക് നമ്മളുടെ താന്ത്രികയുടെ കീഴിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചത്. അപ്പോഴാണ് പലതും നെയ്ത്തുകൾ നമുക്ക് കിട്ടാനില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗോവൻ സാരീസ്. ഗോവൻ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുമ്പോൾ നമുക്ക് വെസ്റ്റേൺ വെയർ മാത്രമേ ഉള്ളൂ, പക്ഷെ അതാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഗോവൻ അവരുടെ ട്രഡീഷണൽ സാരീസ് ഉണ്ട്, അതും ഈ പറഞ്ഞൊരു സിറ്റുവേഷനിലാണ്. പക്ഷെ ഒരുപാട് പേര് അതിനെ റിവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പല NGOs ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിലൊരു ചെറിയൊരു ഡ്രോബാക്ക് എന്താണെന്ന് നമ്മളുടെ റിസർച്ചിൽ നമ്മൾ മനസ്സിലാക്കിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. അതോ ശ്രമിക്കാത്തതാണോ അതോ എത്തിക്കാൻ പറ്റാത്തതാണോ എന്താണെന്നറിയില്ല. ഇതെല്ലാം ഒരു എലീറ്റ് ക്ലാസ്സിലേക്ക് മാത്രം, അതായത് ഒരു ഹൈ പ്രൈസിൽ മാത്രമാണ് ഈ പല NGO ആൾക്കാരുടെ സൈറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഈ സാരീസിൻ്റെയൊക്കെ വില നമ്മൾ കാണണം. അപ്പോൾ അത് പോരാ, സാധാരണ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റണത് എങ്ങനെയാണ് എന്നുള്ള ചിന്തയിൽ. പക്ഷേ ഇതൊന്നും നമുക്ക് വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ചില സാരീസ് ഇന്നും നമ്മളുടെ ഇന്ത്യയിലുണ്ട്. അതിലൊരു ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ ഗോവയുടെ കുംകി സാരീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലുള്ള പ്രോഡക്റ്റുകൾ അറ്റ്ലീസ്റ്റ് പവർ ലൂമിലെങ്കിലും നമുക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ള ഞങ്ങളുടെ ഒരു ശ്രമത്തിൻ്റെ ഫലമാണ് നമ്മൾ ഈ റിവാൻസ എന്നുള്ളൊരു ബ്രാൻഡിലേക്ക് നമ്മൾ എത്തിയത്. അറ്റ്ലീസ്റ്റ് ആൾക്കാർക്ക് അറിയാം ഇങ്ങനെയും ഉണ്ട് പ്രോഡക്റ്റുകൾ എന്ന് അറിയാൻ പറ്റുന്ന രീതിയിലേക്കെങ്കിലും എത്തിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഇതിൻ്റെ പുറത്താണ് നമ്മളൊരു 2-3 മാസമായിട്ട് നമ്മളതിൻ്റെ പിന്നിലായിരുന്നു. അങ്ങനെയാണ് നമ്മളിപ്പോൾ റിവാൻസ എന്ന് പറയുന്ന ബ്രാൻഡ് ലാസ്റ്റ് വീക്കിൽ നമ്മൾ ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതാണ് റിവാൻസ. അപ്പം ഇനി താന്ത്രക്കയിൽ ആസ് യൂഷ്വൽ നമ്മളുടെ എല്ലാ പ്രോഡക്റ്റും ഇത്രയും കാലം എങ്ങനെയുണ്ടായിരുന്നു, അതിപ്പോൾ അടുത്ത സ്റ്റേറ്റുകൾ നമ്മൾ മോസ്റ്റ്ലി എന്താ പറയുക ഗോവൻ നമ്മൾ ആഡ് ചെയ്തത് ഫെബ്രുവരിയിലാണ്. ആൻഡ് ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ആഡ് ചെയ്തിട്ടില്ല, പുതിയ പ്രോഡക്റ്റുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എക്സിസ്റ്റിംഗ് സ്റ്റേറ്റിൽ നിന്നുള്ള പുതിയ പ്രോഡക്റ്റുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മളിനി അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം. പ്രോഡക്റ്റ് ലിസ്റ്റുകൾ ഞാൻ പറയാം. അതുകൂടാതെ നമ്മൾ മോസ്റ്റ്ലി സെപ്റ്റംബറിലേക്ക് നമ്മൾ അടുത്ത ട്രാവൽ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എവിടെയാണെന്നുള്ളത് ഫൈനലൈസിങ് സ്റ്റേജിലാണ്. ആൻഡ് റിവാൻസ another brand which will be പവർലൂം. സോ പ്യോർ ഹാൻഡ്ലൂം വേണ്ടവർക്കും അത്രയും അഫോർഡബിൾ അല്ല. ഇഫ് യു ഫീൽ ദാറ്റ് ഹാൻഡ്ലൂം ഈസ് നോട്ട് അഫോർഡബിൾ ഫോർ യു എന്ന് തോന്നുകയാണെങ്കിൽ you will have a new option, that is റിവാൻസ. സോ ഇത് രണ്ടും നമ്മൾ ഒരു ഒറ്റ സ്റ്റുഡിയോൻ്റെ കീഴിൽ തന്നെയാണ് വരുന്നത്. രണ്ടിലും യു ക്യാൻ കം ബാക്ക് ടു മീ. ആൻഡ് വേറൊരു പുതിയ ന്യൂസ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ താന്ത്രികയുടെ ഓൺ പ്രോഡക്ട്സും നമ്മൾ ലോഞ്ച് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അതായത് നമ്മളുടെ ഈ ഹാൻഡ്ലൂം ഫാബ്രിക്സ് അല്ലെങ്കിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ഫാബ്രിക്സ്, പ്രിൻറ്റഡ് അല്ലാത്തത്. ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയട്ടെ, ഇപ്പം നമ്മൾ പവർ ലൂമും നമ്മൾ എടുക്കുന്നുണ്ട്, പക്ഷേ മെഷീൻ വീവ് നമ്മൾ ഒരു കാരണവശാലും താന്ത്രികയിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. കാരണം നമ്മളതിനെ തൽക്കാലം എൻകറേജ് ചെയ്യണ്ട എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഒരു
ഈ പറഞ്ഞ നമ്മുടെ നെയ്ത്തുകാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരൊറ്റ ഇതുകൊണ്ടാണ് നമ്മൾ തൽക്കാലം നമ്മളതങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പുതിയ ന്യൂസ്, രണ്ടാമത്തെ ന്യൂസിൽ നിന്ന് നമ്മളുടെ ഓൺ പ്രോഡക്റ്റ്, അതിൻ്റെ സാമ്പിൾ വർക്ക് നമ്മൾ നടക്കുകയാണ്. ഹാൻഡ്ലൂം ഫാബ്രിക്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്ലോക്ക് പ്രിൻറ്റഡ്, ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് യൂസിങ് വെജിറ്റബിൾ കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഫാബ്രിക് എത്രത്തോളം യങ്സ്റ്റേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു റിസർച്ച്. അപ്പോൾ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ന്യൂ ജെൻ കുട്ടികൾ അല്ലെങ്കിൽ ജെൻസി കിഡ്സ്, അവർക്ക് വെസ്റ്റേൺ ഡ്രസ്സിനോട് മാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ. സാരീസിനോടോ അല്ലെങ്കിൽ അങ്ങനത്തേനോടൊന്നും വലിയ താല്പര്യം കുറവാണ്. അപ്പോൾ പക്ഷേ അവരെയും കൂടി ഈ പ്രോഡക്ട്സുകളിൽ ഇങ്ങനെ എത്തിക്കാം എന്നുള്ളൊരു ഇതിൽ നമ്മൾ ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് വെസ്റ്റേൺ ഡ്രസ്സസ്, അത് അല്ലെങ്കിൽ സ്കേർട്ട്സ്, പാൻസ്, ട്യൂണിക് ടോപ്സ്, അതൊക്കെ നമുക്ക് എങ്ങനെ ചെയ്ത് ആ കുട്ടികളേക്കും കൂടി എത്തിക്കാം എന്നുള്ള ഒരു റിസർച്ചും കൂടെ നമ്മൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ സാമ്പിൾ വർക്ക് നടക്കുന്നത്. പ്രോഡക്റ്റ് ലിസ്റ്റ് ഫൈനലൈസ് ആയിട്ടില്ല. ഇൻ അനദർ മന്ത് നമ്മളതും ലോഞ്ച് ചെയ്യും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രോഡക്റ്റ് ലിസ്റ്റുകൾ നമുക്ക് കാണിക്കാവുന്നതാണ്. പിന്നെ നമ്മളുടെ ഷോപ്പിൻ്റെ കുറച്ച് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ആണ് നമ്മൾ ഈ വീഡിയോസ് ഇടാനുള്ള കുറച്ച് ഡിലേ വന്നത്. നമ്മൾ സ്റ്റോറി ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഓരോ സ്റ്റേറ്റുകൾ, അതായത് നമ്മുടെ സ്റ്റോറിലേക്ക് കയറുമ്പോൾ ആൾക്കാർക്ക് ഫ്രം ദ എൻട്രൻസ് പീപ്പിൾ വിൽ ഗെറ്റ് ടു നോ താന്ത്രകയിൽ ഏതൊക്കെ സ്റ്റേറ്റിൻ്റെ പ്രോഡക്റ്റുകളുണ്ട്, അല്ലെങ്കിൽ വോട്ട് ഓൾ ദ പ്രോഡക്ട്സ് യു ക്യാൻ എക്സ്പെക്റ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഡിസൈൻസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. യൂസിങ് ലിപ്പ് ആൻഡ് ആർട്ട് ഇൻസ്പയർ ആയിട്ടുള്ള കുറേ ഡിസൈൻസ്. ലിപ്പ് ആൻഡ് ആർട്ട് എന്ന് പറഞ്ഞാൽ ഗുജറാത്തിൻ്റെയാണ്. സോ അതും നമ്മൾ വർക്ക് ഈസ് ഗോയിങ് ഓൺ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി വി ക്യാൻ ഹാവ് എ വീഡിയോ വിത്ത് എന്താ പറയുക ഷോപ്പ് ടൂർ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. സോ അതാണ് നമ്മളുടെ ന്യൂസ്. അപ്പോൾ ഇതൊക്കെ ഒരു ന്യൂസ് നിങ്ങളോട് എല്ലാവരോടും പങ്കുവയ്ക്കാണ്. സോ താന്ത്രക്കായ ആസ് ഇറ്റ്സ് ഇസ് അതിൻ്റെ ഇതേ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിവാൻസ ഫോർ പവർലൂം. പക്ഷേ ക്വാളിറ്റിയിൽ നമ്മൾ യാതൊരു കോംപ്രമൈസും നമുക്കില്ല. താന്ത്രക്കയുടെ പ്രോഡക്ട്സ് എങ്ങനെയാണോ നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടിരുന്നത്, നമ്മൾ ആ ഓരോ സംസ്ഥാനത്തും ട്രാവൽ ചെയ്ത് പോയി നെയ്ത്ത് ഗ്രാമത്തിൽ പോയി അവരെ മീറ്റ് ചെയ്ത് അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് എന്തൊക്കെയാണ് പഠിച്ച് നമ്മൾ ക്വാളിറ്റി അഷ്യൂർ ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണോ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെയാണ് റിവാൻസയുടെ പ്രോഡക്റ്റും നമ്മൾ കൊണ്ടുവരുന്നത്. ഓൺലി തിങ് താന്ത്രക്ക ഈസ് ഹാൻഡ്ലൂം ആൻഡ് റിവാൻസ ഈസ് പവർലൂം. അത്രയും വ്യത്യാസമുള്ളൂ. ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും നമുക്കില്ല. അത് I can assure you. ഓക്കെ, അപ്പോൾ പ്രോസസ്സ് സെയിം, ഓൺലി ഡിഫറൻസ് ആ ഒരു ഹാൻഡ്ലൂം പവർലൂം ആ വേർഡിലുള്ള ഇത് മാത്രമേ ഉള്ളൂ. രണ്ടും നിങ്ങൾക്ക് ഒരേ എന്താ പറയുക റൂഫിന് താഴെ ഉണ്ടാവും. സോ ദെൻ മോർ പ്രോഡക്ട്സ് വിൽ ബി കമ്മിങ്. എന്താ പറയുക, പുതിയ പുതിയ ഓണം വരുന്നു, അതിനുള്ള പ്രോഡക്ട്സുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. സോ യു ക്യാൻ എക്സ്പെക്ട് മോർ വീഡിയോസ് ഇൻ നെക്സ്റ്റ് വീക്ക്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. വീഡിയോ കുറച്ച് ലെങ്തി ആയെങ്കിൽ സോറി, പക്ഷേ ഇന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ഷമിക്കുമല്ലോ. ഞാൻ സാധാരണഗതിയിൽ വലിയ വീഡിയോസ് ഞാൻ ഇടാറില്ല. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടി വന്നതുകൊണ്ട് മാത്രമാണ്. അതായത് ഈ പുതിയ ബ്രാൻഡ് എന്തുകൊണ്ട് എന്നുള്ള ഒരു ഇത് കാരണം പറയേണ്ടി വന്നതുകൊണ്ടാണ് ഈ 2 ന്യൂസും പറയണമായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് സപ്പോർട്ടിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെൽ ബട്ടണും പ്രസ് ചെയ്തോണ്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് ആൻഡ് കീപ്പ് ഇൻ മൈൻഡ് എല്ലാ ഫ്രൈഡേയും ഈവനിങ്ങിലായിരിക്കും നമ്മളുടെ വീഡിയോസ് വരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. താങ്ക് യു സോ മച്ച്. വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ വീഡിയോസിൽ നിങ്ങൾക്ക് എന്താ പറയുക സജഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ കമൻറ്റ് ആയിട്ടോ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതും യു ക്യാൻ ജസ്റ്റ് പോസ്റ്റ് ഇറ്റ് വീഡിയോന് താഴെ ഇടാവുന്നതാണ്. അഗെയിൻ താങ്ക് യു for the support. And അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഫ്രൈഡേ വിൽ മീറ്റ്.